ഏതോ കഥകിൻ വിരിനീക്കി നീല കൺമുനയരി നമ്മുടെ മക്കളല്ല നമ്മുടെ കുടുംബത്തിനെതിരെ ഇങ്ങനെ ഒരു വരുമ്പത്തേക്ക് എവിടെയും മാറി നിന്നിട്ടോ ഒളിച്ചോടിയിട്ടോ കാര്യമില്ല. നമ്മൾ അവരുടെ കൂടെ നിന്നില്ലെങ്കിൽ ഈ വിശ്വാസം തകർന്നു പോകും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കെ ഫാമിലി, ഏത് ഫാമിലി? കെ ഫാമിലി, കൃഷ്ണകുമാർ ഫാമിലി. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പെൺകുട്ടിയാണ്. ഇവരുടെ 4 മക്കളിൽ ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഹൻസിക. ഇന്ന് അവളുടെ വീഡിയോ കണ്ടപ്പോ എന്തോന്നടാ ഇത്, എന്നടാ പണി വെച്ചിരിക്കുക എന്ന് എനിക്ക് തോന്നിപ്പോയി. അതിന്റെ റീസൺ വേറെ ഒന്നുമില്ലടേ, ഇത്രയ്ക്ക് അതപ്പതിക്കേണ്ട ആവശ്യമുണ്ടോ കൃഷ്ണകുമാർ ഫാമിലിക്ക്? അയ്യോ, പൈസയാണോ ആവശ്യം? പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ ഇങ്ങനെ വീഡിയോസ് ഇടുന്നത്? ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി. ആദ്യം ഈ വീഡിയോ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു ജിം വർക്കൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ആയിരിക്കും, എന്തെങ്കിലും ജിമ്മിൽ പോയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ വീഡിയോ ഇട്ടത്, അല്ലെങ്കിൽ ജിമ്മിൽ നിന്ന് വർക്കൗട്ട് ചെയ്തിട്ട് ഞാനിതാ ഇത്ര ഫാറ്റ് കുറച്ച് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ലടേ, ഇതെന്തൊക്കെയോ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചതുപോലെ ഫീൽ ചെയ്തു. സീരിയസ്ലി ആ ഒരു കോൾ ടീം, അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ കൃഷ്ണകുമാർ ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്ക് അവര് ഓക്കെ മോഡേൺ ഫാമിലിയാണ്, കാര്യങ്ങളാണ്, എല്ലാം ഓക്കെയാണ്. ഇപ്പോൾ ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് അവർ ബിക്കിനി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അങ്ങനത്തെ ഒക്കെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, ഓക്കെ ഫൈൻ. പക്ഷേ ഒരു സബ്സ്ക്രിപ്ഷൻ്റെ അകത്ത് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ട് ആളെ കൂട്ടേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ സ്നാപ്ചാറ്റിൽ ഇട്ടിട്ട് അങ്ങനെ ആളെ കൂട്ടേണ്ട ആവശ്യമുണ്ടോ? എനിക്കത് എന്തോ പോലെ തോന്നി. ഫീൽ വെരി 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 സാഡ് ഓഫ് യുവർ ഫാമിലി എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. പിന്നെ നമ്മുടെ കെ അണ്ണൻ എല്ലാം പോസിറ്റീവായിട്ട് കണ്ട്, എല്ലാം വളരെ സെറ്റായിട്ട് കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ടീം ആയതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ല. പക്ഷേ ഇവിടെ അൻസൂബിയുടെ ഈ വീഡിയോ കണ്ടപ്പോൾ ആ ഉള്ളൊരു സ്നേഹവും ഇല്ലാണ്ടായി. സത്യം ഉള്ള കാര്യം പറയല്ല, എനിക്ക് ഉള്ളതിൽ ഏറ്റവും ഇഷ്ടമായി കൊച്ചിട്ടായിരുന്നു. ഉള്ള കാര്യം പറയാം, ഇനി ഇങ്ങനെ ആവർത്തിക്കൽ മോളെ. ഇവിടെ കുറെ പേര് എനിക്ക് ഈ സാധനം അയച്ചു തന്നെ കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 10-20 ആൾക്കാരോളം എനിക്കിത് അയച്ചു തന്നിട്ട് അതിലെ കണ്ടോ രേണുസുതി അവളായിട്ട് കമ്പയർ ചെയ്ത് അതിനേക്കാളും വലുത് വേറൊന്നും വരാനില്ല. അതപ്പതിച്ചതിനെ ഇതിനെ കമ്പയർ ചെയ്യില്ല കേട്ടോ. ഉള്ള കാര്യം പറയാം, അത് മറ്റേ വിധവയാ, നിക്കറ് വിധവകൾക്ക് വേണ്ടിയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ട് ആട്ടോ തേരോട്ടവും ഒക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്നതാണ്. അത് ഈ എക്സ്പോസിങ് മാത്രം, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ മാത്രം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന പരിപാടി മാത്രമല്ല, അത് വേറൊരു യൂണിവേഴ്സാണ്. ആ യൂണിവേഴ്സായിട്ട് ഇവരെയൊന്നും പിടിച്ച് കമ്പയർ ചെയ്യില്ല. ഉള്ള കാര്യം പറയാം, അത്രയും വേസ്റ്റ് തരത്താഴ്ന്ന ചീപ്പ് തീട്ട കേസുകളാണ്. ഏത് രേണുസുതി, അതും ഇവരെയൊന്നും പിടിച്ച് കമ്പയർ ചെയ്യാതിരിക്കുക. ഇവരൊക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷെ അൻസുവിന്റെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സത്യം പറയാലോ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന്റെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ? ഇങ്ങനെ തരം താഴേണ്ട ഒരു കാര്യമില്ല. എന്തായാലും ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. I'm sweating, guys. I'm sweating. Bye, guys. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കും. വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഉള്ള കാര്യം പറയും, ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഈ നമ്മുടെ രണാസുന വന്നിരുന്നിട്ട് കാണും ഈ സെറ്റപ്പ് ഒന്നും അല്ല, എങ്കിലും ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. നിങ്ങളുടെ ഫാമിലിയുടെ ക്രെഡിബിലിറ്റിയാണ് ഇപ്പൊ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേരുണ്ട്. പിന്നെ ഇവിടെ വേർക്കുന്നു എന്നൊരു കേസ് പറഞ്ഞതുകൊണ്ട് എനിക്കൊരു ഡൗട്ടുണ്ട്, ഇത് ജിം വർക്കൗട്ട് എന്തെങ്കിലും കഴിഞ്ഞിട്ടാണോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. പിന്നെ സബ്സ്ക്രിപ്ഷൻ്റെ അകത്താണ് ഈ സാധനം കൊണ്ട് ഇട്ടതെന്ന് പറയുന്നുണ്ട്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. അതിൻ്റെ അകത്ത് കൊണ്ട് ഇട്ടതെന്ന് പറയുന്നുണ്ട്. കുറെ പേര് പറയുന്നുണ്ട് സ്നാപ്ചാറ്റിൽ ഇട്ടതാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള ടോക്ക് വരുന്നുണ്ട്. എന്തായാലും ഇതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. എന്തിനാണ്? ഇപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിനേക്കാളും വിമർശിക്കുന്ന ആൾക്കാരുമുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അധപ്പതനമാണ് രണാസുനയായിട്ട് പിടിച്ച് കമ്പയർ ചെയ്ത ആൾക്കാർ സംസാരിക്കുന്നത്. അതിനേക്കാളും നല്ലത് അയ്യോ ഒന്നുമില്ല, അതിനേക്കാളും തോൽവി അല്ലെങ്കിൽ അതിനേക്കാളും ഒരു അടി നിങ്ങൾക്ക് വേറെ കിട്ടാനില്ല.
ലെവളുമായിട്ടൊക്കെ പിടിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. ആ അവസ്ഥ ആലോചിച്ചിരുന്നത് നിങ്ങളിങ്ങനെ ചെയ്യത്തില്ല. ഉള്ള കാര്യം പറയാം മോളെ. ഒന്നുമില്ലെങ്കിൽ കൊച്ചു കുട്ടിയാണ് നീ. കൊച്ചുകുട്ടി എന്നല്ലേ പറഞ്ഞത്, കൊച്ചിലെ കാണുന്നോണ്ട് പറഞ്ഞത്. ഓക്കെ, അതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. ഓക്കെ, അപ്പോൾ കുട്ടിയുടെ ഈ വീഡിയോ ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ഇതിൽ രണ്ട് സൈഡ് സംസാരിക്കുന്നവരുണ്ട്, നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും സംസാരിക്കുന്നവരുണ്ട്. എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇതിന്റെ ആവശ്യമില്ലായിരുന്നെന്ന് തോന്നുള്ളൂ. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ഇവിടെ അതപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ സബ്സ്ക്രിപ്ഷൻ ഓപ്ഷൻ. അല്ലെങ്കിൽ ഈ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ നിറഞ്ഞ കുറെ കാമക്കടവുകളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഓരോ പെൺകുട്ടികളും ഇന്ന് ഓരോ അപരാധ വീഡിയോകൾ ഇട്ട്, അല്ലെങ്കിൽ ശരീരം സ്വന്തം മറച്ചു വെക്കേണ്ട ഭാഗങ്ങൾ എക്സ്പോസ് ചെയ്ത് കാണിച്ചുകൊണ്ട് വീഡിയോസ് ഇട്ടുകൊണ്ട് ഏൺ ചെയ്യുമ്പോൾ നാളെ നിങ്ങളെയൊക്കെ കണ്ട് ഫോളോ അപ്പ് ചെയ്ത് നിങ്ങളെയൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൊച്ചു മക്കളടക്കമുണ്ട്. അവരൊക്കെ ഇത്തരം വീഡിയോസ് കാണുകയാണെങ്കിൽ, അവരുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ, അവരൊക്കെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളെയൊക്കെ പോലെ ഇങ്ങനത്തെ രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതത്ര നല്ലൊരു കാര്യമല്ല, നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു കാര്യമല്ല. ഇവിടെ കൃഷ്ണകുമാർ ഫാമിലിയിലെ KK അണ്ണൻ ഫുൾ ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. പക്ഷെ മക്കൾക്ക് കുറച്ച് ലിമിറ്റേഷനും കൊടുക്കണം. ഒന്നൊക്കെ കുറച്ച് ലിമിറ്റ് ചെയ്ത് കുറച്ച് അടങ്ങി ഒതുങ്ങിയൊക്കെ നടക്കാൻ പറയണേ. എന്ന് വെച്ചിട്ട് ഫുൾ അടങ്ങി ഒതുങ്ങി മറ്റേ പർദ്ദയിട്ട് നടക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ അൻസിക ആണെങ്കിൽ ഇതിനേക്കാളും എക്സ്പോസീവ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതൊന്നും വിമർശിച്ചിട്ടില്ല. അതിന്റെ റീസൺ അതാ ഒരു ഡാൻസ് പ്രൊഫഷൻ, ആ ഒരു പരിപാടി അതുമായി റിലേറ്റ് ചെയ്തിട്ട്. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ജിമ്മിൽ പോകുന്ന പെമ്പിള്ളാരൊക്കെ ഉണ്ടല്ലോ, മത്സരത്തിനൊക്കെ കോമ്പറ്റീഷൻ ഇറങ്ങുന്ന സമയത്ത് അവർ ഈ പറയുന്ന മേലിലും താഴെ മാത്രം ജെട്ടിയും ബ്രായും മാത്രം ഇട്ടിട്ടൊക്കെ ആയിരിക്കും അവർ നിൽക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ അതിനെ വിമർശിക്കാറില്ല. അതിന്റെ റീസൺ എന്താ? അതാ ഒരു പ്രൊഫഷൻ, അതങ്ങനെയാണ്, കാര്യങ്ങൾ അങ്ങനെയാണ്. അതിനെ ഒരിക്കലും വിമർശിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഡാൻസിലൊക്കെ വരുന്ന സമയത്ത് ഓക്കെയാണ്. അല്ലാണ്ട് ഈ സബ്സ്ക്രിപ്ഷൻ്റെ അകത്തും സ്നാപ്ചാറ്റിലും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുമാതിരി ഇങ്ങനത്തെയൊക്കെ കോപ്പിലെ വീഡിയോകൾ എടുത്തിടുമ്പോൾ അത് ഒട്ടും ഫെയർ അല്ല. ഇപ്പൊ റെനാസുനായിട്ട് കമ്പയർ ചെയ്ത ആൾക്കാർ നിങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫാമിലി ആ രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ അതിനേക്കാളും തിരിച്ചടിയും തോൽവി നിങ്ങൾക്ക് വേറെ വരാനില്ല. ഉള്ള കാര്യം പറയില്ല. ഇതിനേക്കാളും വേറെ അടി ഇനി ജീവിതത്തിൽ വരാനില്ല. അത്രയും വലിയ തോൽവിയായിപ്പോയി. ഞാനിപ്പോഴും പറയാം, എനിക്ക് യോജിപ്പില്ല. ഞാൻ കുറച്ച് നേരത്തെ തുമ്പി എന്ന് പറയുന്ന ഒരു എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്തേ ഉള്ളൂ. ഇതൊക്കെ എന്താ കാണിക്കുന്നത്? അവരുമായിട്ടൊക്കെ ഉള്ള ഒരു സാമ്യത്തിലോട്ട് പോയിട്ടുണ്ട്. ഇതിന്റെ ആവശ്യം കൃഷ്ണകുമാർ ഫാമിലിക്ക് ആർക്കെങ്കിലും ഉണ്ടോ? പൈസയ്ക്ക് പൈസ, ആടിപൊളി ലൈഫിന് ലൈഫ്. പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ കോപ്രായങ്ങൾ കാണിച്ചിട്ട് ഇമാതിരി ഒരു ഊളപ്പരിപാടി കാണിക്കുന്നത്? റീച്ച് ഉണ്ടാക്കാനാണോ? ഇപ്പൊ പുതിയൊരു പൂക്കളം എന്നങ്ങാണ്ട് പറഞ്ഞിട്ട് എന്തോ ഒരു പരിപാടി ഇറങ്ങാൻ പോലെ, സിനിമയോ ആൽബോ എന്തോ ഇറങ്ങാൻ, സിനിമയാണെന്ന് തോന്നുന്നു, എന്തോ ഇറങ്ങാൻ പോയല്ലേ. അതിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലൈം ലൈറ്റിൽ ഒരു വിഷയം ഉണ്ടാക്കി ചർച്ച ഉണ്ടാക്കാൻ വേണ്ടി ഇട്ടതാണോ ഹൻസുബി? എനിക്ക് അങ്ങനെ തോന്നി ഫീൽ ചെയ്ത്. എന്തായാലും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വായിക്കാം. അവൾ വർക്കൗട്ട് ചെയ്തിരിക്കുന്ന വീഡിയോ അല്ലേ ഇത്? അതിലെന്താ ഇത്ര മോശം കാണുന്നത്? വർക്കൗട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണെങ്കിൽ ഓക്കെ അതിനെ ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ എടുത്ത് നാട്ടുകാരെ കാണിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ആൾക്കാർ ചോദിക്കുമ്പോൾ കണകുണാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം വർക്കൗട്ട് ചെയ്താലും വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോ പോലെ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ ജിമ്മിൽ കോമ്പറ്റീഷൻ ഇറങ്ങുന്ന സമയത്ത് ആ ഡ്രസ്സിങ് അങ്ങനെയാണ്, അതുപോലെ അല്ല. എന്നാൽ നമുക്ക് നട റോട്ടിൽ ജെട്ടിയിട്ടുണ്ടോ നടക്കാൻ പറ്റുമോ? ഇല്ല. ആണുങ്ങളുടെ കേസെടുത്താൽ തന്നെ ജിമ്മിൽ നമ്മൾ കോമ്പറ്റീഷൻ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ജെട്ടിയിട്ടാണ് മത്സരിക്കുന്നത്. എന്നാൽ നട റോട്ടിൽ അതേപോലെ നമുക്ക് ജെട്ടിയിട്ടുണ്ടോ നടക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ചിന്തിക്കണം. ഒക്കേഷൻ എന്ന് പറയുന്ന സാധനം അവിടെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചെയ്യുന്നത് പോലെ അല്ല ഈ മാതിരി ഊളപ്പരിപാടികൾ. ഇപ്പൊ റെനാസുനായാലും സബ്സ്ക്രിപ്ഷൻ്റെ അകത്ത് കാണിക്കുന്നത് എന്നാണ്? അവരാധമാണ്. കൊച്ചു പിള്ളേരടക്കം പൈസകൾ പാരൻസിന്റെ പോലെ അറിയാതെ കാർഡ് എടുത്ത് വെച്ച് ചുരണ്ടിയിട്ട് പൈസകൾ എടുത്ത് സബ്സ്ക്രിപ്ഷൻ എടുത്ത് കാണുന്നുണ്ട്. കുട്ടികളടക്കം വഴി തെറ്റിക്കുന്നുണ്ട്. ഇപ്പൊ അൻസുബിയുടെ കേസായാലും ഒരുപാട് കുട്ടി ഫാൻസുകളുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ട് പിള്ളേർ ആ രീതിയിലോട്ട് വരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യമല്ല. ഇപ്പൊ ഒരു ഡാൻസ് കണ്ട് നമ്മൾ ഇൻസ്പയർ ആയിട്ട് അത് ചെയ്യുന്നത് പോലെ അല്ല നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടിട്ട് അത് കണ്ട് ഇൻസ്പയർ ആവുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ഒക്കേഷൻ അനുസരിച്ചിട്ടുള്ള പരിപാടികളാണ് ചെയ്യാനെന്ന്. മരണ വീട്ടിൽ പോയിട്ട് നമുക്ക് ബിക്കിനി ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ സാരിയോ ചുരിദാറൊക്കെ ഇട്ട് എണ്ണയിക്കണം. എന്തിനാണ് ഇങ്ങനത്തെയൊക്കെ വീഡിയോ? ഇതിന്റെ ആവശ്യം എന്തായിരുന്നു? ഇത്രയും ഗതിയിട്ട് തരം താഴ്ന്നു പോകേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോ ഭയങ്കര വൾഗറെന്നല്ല ഞാൻ പറയുന്നത്, എങ്കിലും എന്തുവാ ഇങ്ങനെയൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ അമ്മാനൊക്കെ ഇപ്പൊ പൂരത്തെറിവിളിയായിരിക്കും എനിക്ക് ചിലപ്പോൾ ഉള്ള കാര്യം. ഇനി അവരെ അങ്ങനെയാണ് വളർത്തുന്നത്. അത് എന്ത് കാണിച്ചാലും അവരുടെ കുഞ്ഞുമോൾ കാണിക്കുന്ന കൊഞ്ചല ഒക്കെ ആയി അവർക്ക് പറയുന്നത്. അതെ, കുഞ്ഞുമോൾ കാണിക്കുന്ന കൊഞ്ചലായിട്ട് ഇതൊന്നും എടുത്ത് വെച്ച് കാണല്ലേ എന്റെ പൊന്നെണ്ണ. കൃഷ്ണകുമാറിനും കുടുംബത്തിനും ഞെട്ടലില്ല, പിന്നെ എന്തിനാ കേരളം ഞെട്ടിക്കുന്നത്? ഇത് കണ്ട് വഴി തെറ്റുന്നവർ ഇവരുടെ അത്ര പോലും ബോധമില്ല. അതായത് വഴി തെറ്റുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വളർന്നു വരുന്ന പിള്ളേരെ പറ്റിയിട്ടാണ് പറയുന്നത്, അല്ല നമ്മളെ ഏജിലുള്ളവരല്ല. നമ്മളൊക്കെ ഇനി എന്ത് തെറ്റാണ്? ആൾറെഡി തെറ്റി തരം തന്നിരിക്കുക. 4 പെമ്പിള്ളേരെ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ വളർത്തു ദോഷം എന്ന് പറയും. വളർത്തു ദോഷം എന്ന് പറയേണ്ട ഒരു പോയിന്റ് വരും. കാരണം കൃഷ്ണകുമാർ
ചേട്ടൻ ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. നമ്മൾ അത്രയും ഭാര്യയ്ക്കൊരു ഫ്രീഡം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. മക്കൾ എന്നെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റെന്ന് പറയുക, അല്ലാണ്ട് ചുമ്മാ ഇതൊക്കെ എന്തുവാ. എൻ്റെ പൊന്നു ചേട്ടാ, നിങ്ങൾക്കല്ലേ നാണക്കേട്. നിങ്ങളെ മോളിങ്ങനെ സബ്സ്ക്രിപ്ഷൻ്റെ അകത്ത് അല്ലെങ്കിൽ സ്നാപ്ചാറ്റിൽ ഇങ്ങനത്തെ വീഡിയോ കിട്ടുന്ന നിങ്ങൾക്കൊരു ഉളുപ്പും തോന്നുന്നില്ലേ? ഫുൾ ഫ്രീഡം ഒക്കെ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങുന്നത് നല്ലതായിരിക്കും. റീലും കോപ്പും ഒക്കെ എന്തൊക്കെ കാണണം എന്താ. എന്തായാലും കൃഷ്ണേട്ടൻ പറയുന്ന കുറച്ച് വാക്കുകൾ കേൾക്കാം. നമ്മുടെ മക്കളല്ല, നമ്മുടെ കുടുംബത്തിനെതിരെ ഇങ്ങനെ ഒരു വരുമ്പത്തേക്ക് എവിടെയും മാറി നിന്നിട്ടോ ഒളിച്ചോടിയിട്ടോ കാര്യമില്ല. നമ്മൾ അവരുടെ കൂടെ നിന്നില്ലെങ്കിൽ ഈ വിശ്വാസം തകർന്നു. അതെ അതെ, മക്കൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ കൂടെ നിൽക്കുന്ന പോലെ അല്ല മക്കളുടെ ഇമാതിരി ഒരു വീഡിയോ ഒക്കെ. ഇതിപ്പോൾ പഴയൊരു കേസാണ്. അതായത് മക്കൾക്കൊരു ആപത്ത് വരുമ്പോൾ കൂടെ നിൽക്കണം, ഇല്ലെന്നൊന്നും ഞാനും പറയുന്നില്ല. കട്ടയ്ക്ക് കൂടെ ഉണ്ടാവണം, അപ്പൻ എന്ന നിലയിൽ കട്ടയ്ക്ക് കൂടെ ഉണ്ടാവണം. പക്ഷേ ഇത്തരം കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. ഇതിന്റെ ആവശ്യം നിങ്ങളുടെ കുടുംബത്തിനുണ്ടോ? ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ചുമ്മാ ഇതിപ്പോൾ നാണക്കേടായി. എങ്ങാണ്ട് 400 കടന്ന സബ്സ്ക്രിപ്ഷൻ എങ്ങാണ്ട് 1000 എത്രയൊക്കെ കടന്നെന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ കാമപ്രാന്തന്മാരെല്ലാം കൂടി ഇത് കാണാൻ വേണ്ടിയിട്ട് നേരെ ഓടി അങ്ങോട്ട് വരണം. ഇനി ഇതിന്റെ അപ്പുറമെല്ലാം കിട്ടുമോ? ആ ലെവലിലൊക്കെ ആയി കാര്യങ്ങൾ. ഓക്കെ, ഇവർ ഒരു വീഡിയോ ഇറക്കി വിട്ടു. ഇപ്പോൾ ഇൻസ്റ്റ തുറന്നാൽ മൊത്തം ഇതാണ്. എവിടെ നോക്കിയാലും ഇവരുടെ വീഡിയോസ്, ഫോട്ടോസ് മാത്രം. ഇവരുടെ ഈ ഒരൊറ്റ വീഡിയോ കണ്ട് ഇവരുടെ സബ്സ്ക്രിപ്ഷൻ എണ്ണം കൂടിക്കാണും. അത് തന്നെയായിരിക്കും അവൾ ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കി വിട്ടാൽ ആരാധകർ അടിഞ്ഞുകൂടുമെന്ന് ഇവൾക്ക് നന്നായി അറിയാം. ഒരൊറ്റ വീഡിയോ കൊണ്ട് ആദ്യത്തേക്കാൾ 5 മടങ്ങ് റീച്ചായി. എങ്കെ പാത്താലും ഹൻസു ആയിരിക്കാം. മേ ബി ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരു സാധനം ഇട്ട് കൊടുത്ത് എന്തായാലും സബ്സ്ക്രിപ്ഷൻ കൂടും. 400 കടന്ന 1000 ഇത്രയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ലാസ്റ്റ് നോക്കുന്ന സമയത്ത്. അതുകൊണ്ട് ഇതിന് കയറി പോകും. ഏത് നമ്മുടെ രണാസുനെ കയറ്റി വിട്ടതുപോലെ, രണാസുനെ കയറ്റി വിട്ടോളെ. ഒരുപക്ഷെ ആൾക്കാർ നിന്നെയും രണാസുനെയൊക്കെ പിടിച്ച് ഒരുമിച്ച് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ ഗതികെട്ട അവസ്ഥയത് ഞാൻ പറയുന്നില്ല. അരക്കള് അയ്യോ കഷ്ടം. ഓക്കെ, അൻസുവിന്റെ ഇൻസ്റ്റാ പ്രൊഫൈൽ കൊടുക്കാം. ഞാൻ ഇവരുടെ ഫാമിലിയിൽ ആകെ ഫോളോ ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടി ഇവളാണ്. കാരണം ഇവളുടെ വീഡിയോസ് എനിക്ക് ഇഷ്ടമാണ്, കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. ഇവളുടെ റീൽസ് കാണാറുണ്ട്, ഞാൻ ലൈക്ക് അടിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആകെ ഇവരുടെ ഫാമിലിയിൽ ഫോളോ ആയിട്ടുള്ള ഒരു പെണ്ണാണ് അൻസു. ഓക്കെ, ലാസ്റ്റ് ആയിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങാൻ പോകുന്ന ഒരു സാധനമാണ് പൂക്കൾ. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ അഹാന കൃഷ്ണ, ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി നിമിഷ് രവി, മ്യൂസിക് കമ്പോസർ JK. അതായത് ആൽബോ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. പൂക്കൾ റിലീസിംഗ് ഡേ ആഫ്റ്റർ May 8, May 8 തോന്നുന്നു. ഓക്കെ, അങ്ങനെ ഒരു സംഭവം വരെ ഇറക്കാൻ പോകുന്നു. ആൽബോ എങ്ങാണ്ട് ഒരു സംഭവം, തിയേറ്റർ സിനിമ അല്ലാട്ടെ, എനിക്ക് നേരത്തെ തെറ്റിപ്പോയത്. ആൽബോ ആണ്. ഓക്കെ, അതിനെ തുടർന്നിട്ട് ഇതിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ചെയ്തത് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ മണ്ടത്തരമൊന്നേ ഞാൻ പറയത്തുള്ളൂ. ഓൾറെഡി നിങ്ങൾ 4 പേരും കൂടി നിങ്ങൾ ഈ ആൽബം എടുത്ത് ഷെയർ ചെയ്താൽ മതി, മില്യൺ കടന്നു പോകും. നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ മില്യൺ പോകും. ഇനി അതിനുശേഷം നിങ്ങൾ 4 പേരും കൂടി എടുത്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മില്യൺ പോകും. അതാണ് അതിൻ്റെ ഒരു ഇരിപ്പ്. പക്ഷെ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഇങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചെങ്കിൽ തീരെ മോശമായിപ്പോയി. സബ്സ്ക്രിപ്ഷന്റെ എണ്ണം ഇപ്പൊ കൂടിയിട്ടുണ്ട്. ഇത് അൽത്തു അൽത്തു വ്ളോഗ്സ് അവൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കളിച്ച് 84 സ്റ്റോറീസ് ഉണ്ട്. ഇപ്പൊ 1000 എത്രയൊക്കെ ആയി ഞാൻ നോക്കിയ സമയത്ത് കേട്ടോ. ഹൻസുവിന്റെ വേറൊരു വീഡിയോ കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വീഡിയോയുള്ള കുറച്ച് വീഡിയോ ഒക്കെ ഒന്ന് കൊടുക്കാം. അത് ക്യൂട്ടല്ലേ? Our biscuit is soft and it's so tasty. I love Chaya. I love you too, Chaya. Chaya loves me. ഓക്കെ, അങ്ങനെ ഇതുപോലെ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല റീലുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് പേഴ്സണലി ഒരാളെടുത്ത് നമുക്കൊരു ഇഷ്ടം തോന്നത്തില്ല. അങ്ങനെ ഇഷ്ടമുള്ള ഒരാളാണ് ഇവരുടെ ഫാമിലിയിൽ തന്നെ. എനിക്ക് വേറെ ആരെയും വലിയ ഇഷ്ടമൊന്നും. പിന്നെ അഹാനെ ഇഷ്ടമാണ്, പിന്നെ എന്തോ അൻസുവിനെ കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. പക്ഷെ മോളെ നീ എറിഞ്ഞുടച്ചില്ലേ ആ ഒരു കലം. ഓക്കെ, ഇനി താഴെയുള്ള കമന്റ്സ് ഒന്ന് വായിച്ചു തരാം. ഇന്നലെ ഉറങ്ങുമ്പോൾ 400 സബ്, ഇപ്പോൾ 1000. എന്താ ഒറ്റ വീഡിയോ കാണാം? അന്ത ഒറ്റ വീഡിയോ കാരണം മറ്റേ വീഡിയോ അഡിക്റ്റഡ് ഫിലിം അതല്ല. ഹൗ ചീപ്പ് ഈസ് വെരി ചീപ്പ്. ഒരു 10 രൂപയ്ക്ക് വേണ്ടി എന്തും ചെയ്യും അല്ലയോ, കഷ്ടം. കണ്ടാ ഇങ്ങനത്തെ കമന്റ്സ് ആൾക്കാർ പറയാനുള്ള ഇട ഉണ്ടാക്കി വെച്ചതാരാ? ഹൻസിക തള്ളച്ചി. ബ്രോ ഓർ ഷെയിം, ഷെയിമും ഇല്ലേ നിനക്ക്? എന്തൊക്കെയാ ആ സബ്സ്ക്രിപ്ഷനിൽ പോസ്റ്റ് ആക്കിയതിന്? ആരും കാണാണ്ടിരിക്കാൻ ചെയ്തതാണോ? ഇപ്പോൾ എല്ലാരും കണ്ടു. രേണുസുതി നിന്നേക്കാൾ എത്രയോ ബെറ്റർ ആണല്ലോ.
ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അൻസു? നാണം കെടുത്തിയില്ലേ നീ നിന്നെ തന്നെ? നിന്റെ ഈ ഒരൊറ്റ വീഡിയോ കാരണം ഇപ്പം നിന്റെ കുടുംബം മൊത്തം ഏറിപ്പോകുന്ന അവസ്ഥയിലായി. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം നിങ്ങൾ എല്ലാ മാസം എവിടെ കൂടെയെങ്കിലും ഏറിപ്പോകും, അത് കൺഫേം. വേറൊരു വീഡിയോ എടുക്കാം കേട്ടോ. ഇതൊക്കെ എന്ത് ഭംഗിയാ, നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് പോകണ്ട കുറച്ച് അല്ലേ? അപ്പോൾ സബ്സ്ക്രിപ്ഷനിൽ പോയി ഏറിപ്പോയിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ, ആൾക്കാർ ഇപ്പൊ രേണു സുധിയായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതിനേക്കാൾ അപമാനം നിനക്കിനി വേറെ ലൈഫിൽ ഉണ്ടാവാനില്ല. അങ്ങനത്തെ ഒരു അപമാനമാണ് നീ പേറ്റ് വാങ്ങി വെച്ചിട്ടുള്ളത്. എന്ത് ക്യൂട്ടാ, എന്ത് നല്ല വീഡിയോസ് ആടി. ഇനി ഡാൻസിന്റെ സമയത്ത് നീ നല്ല അല്ലാത്ത കുറച്ച് എക്സ്പോസീവ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ധരിക്കുന്നുണ്ട്. ഞാൻ ഇത് തന്നെ കൊടുക്കാം. ഇതൊന്നും ആൾക്കാർ കുറ്റം പറയത്തില്ല, കാരണം ആ ഒക്കേഷൻ അങ്ങനെ ഡാൻസ് പ്രോഗ്രാം അതിനനുസരിച്ച് ഫാഷനായിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആൾക്കാരൊന്നും പറയത്തില്ല. ഇപ്പം നമ്മൾ ഫാഷനായിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് പുറത്ത് പോകുന്നത് പോലെയല്ല. ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിടുമ്പോൾ ഇതെന്തോ കാണിക്കാൻ വേണ്ടിയിട്ട് നീ ചെയ്ത പോലത്തെ വീഡിയോ ആയിട്ടാണ് എല്ലാവർക്കും തോന്നി. എനിക്കും അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഞാൻ ആദ്യം വിളിച്ച് ജിമ്മിൻ്റെ ആയിരിക്കും, വേർപ്പിൻ്റെ ഇത് പറയുന്നുണ്ടല്ലോ, ജിമ്മായിരിക്കും. അല്ല, കാരണം ഞാൻ സബ്സ്ക്രിപ്ഷൻ്റെ അകത്തല്ല ഈ വീഡിയോ കണ്ടത്, വേറെ പലരും ഷെയർ ചെയ്തെന്നാണ് ഞാൻ കണ്ടത്. എല്ലാവരും എൻ്റെ അടുത്ത് ഷെയർ ചെയ്ത് തന്നപ്പോഴും പറയുന്ന രേണു സുധിയായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. അതിനേക്കാൾ അപമാനം അൻസു നിനക്ക് ലൈഫിൽ ഇനി വരാൻ വേറെ ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇത്രയും തരം താഴ്ന്ന് ഗതികെട്ട് പോയിട്ടൊരവസ്ഥ ഉള്ള കാര്യം പറയാമല്ലോ. കൃഷ്ണ മറാട്ടാ മോളടുത്തൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, ചുമ്മാ എന്തിനാണ് നാറുന്നത്, പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിൽ. അതുകൊണ്ട് ഞാൻ ഓപ്പണായിട്ട് പറയാം, എനിക്ക് ഈ വീഡിയോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ കാണും. അത് ചിലപ്പോൾ കൊച്ചു മോളില്ല, അവൾ എന്തെങ്കിലും കാണിക്കുന്നത് എന്തിന്? നമ്മളിതൊക്കെ ഇപ്പോൾ വളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ അപ്പുറങ്ങൾ കാണിക്കും. എന്തിന്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഫാമിലിയിൽ ഒരാൾക്കും ഇങ്ങനെയൊക്കെ വീഡിയോ കാണിച്ച് റീച്ച് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കേണ്ട ഒരാവശ്യമില്ല. ഇവരൊക്കെ ഏത് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും മില്യൺസും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ട് ഇട്ട ആളാവണമെന്നില്ല. ഇനി ഒരു പക്ഷേ ആൾക്കാർ പറഞ്ഞ പോലെ സബ്സ്ക്രിപ്ഷനിൽ ഇട്ടതാണെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ വന്ന് അത് വിഷയമായി ചർച്ചയാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സബ്സ്ക്രിപ്ഷനിൽ ആൾക്കാർ അങ്ങോട്ട് കയറും. അങ്ങനെ റീച്ച് ഉണ്ടാക്കാൻ മീൻസ് സബ്സ്ക്രിപ്ഷനിൽ ആൾ കൂട്ടാനുള്ള പരിപാടിയാണോ കാണിച്ചതെന്ന് അറിയില്ല. പിന്നെ പൂക്കൾ എന്ന് പറയുന്ന സോങ് എന്താ ഇറങ്ങാൻ പോകുന്നു, അതിന് റീച്ച് കൂട്ടാൻ വേണ്ടി ചെയ്തതാണോ എന്ന് അറിയില്ല. എന്തായാലും തരം താഴ്ന്ന പരിപാടിയായിപ്പോയി, ഉള്ള കാര്യം പറയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.